നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റോഡ്രിയെ FC ബാഴ്സലോണ സൈൻ ചെയ്തു, ഇന്നലെ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് തനിക്ക് മുന്നിൽ മറ്റ് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ബാഴ്സലോണക്ക് മുന്നിൽ ഒന്നുമല്ല, തൻ്റെ ഫസ്റ്റ് ചോയ്സ് ബാഴ്സലോണയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഓഫർ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അത് റയൽ മാഡ്രിഡിൻ്റെ ഓഫറാണ്. റയൽ മാഡ്രിഡ് എന്ന ഓപ്ഷനാണ്. ഒരു ഘട്ടത്തിൽ താൻ റയൽ മാഡ്രിഡിലേക്ക് മാത്രമേ പോകൂ എന്ന് റോഡ്രി നിലപാടെടുത്തതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഉള്ളിൽ ബാഴ്സ തനിക്കായിട്ട് നീക്കങ്ങൾ നടത്തുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ബാഴ്സയിലേക്ക് പോയാൽ മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു. മൊറിഞ്ഞോ തന്നെ അത് ഇന്നലെ പറയുകയുണ്ടായി. താൻ റോഡ്രിയുമായിട്ട് സംസാരിച്ചപ്പോൾ റോഡ്രിക്ക് ചില സംശയങ്ങളുള്ളതുപോലെ തനിക്ക് തോന്നി. ആ സംശയം കണ്ടപ്പോൾ എനിക്കും സംശയമായി എന്നാണ് മൊറിഞ്ഞോ പറഞ്ഞത്. ഏതായാലും വളരെ കൃത്യമായിട്ടിപ്പോൾ റോഡ്രി പറയുന്നു, ബാഴ്സലോണക്ക് മുന്നിൽ മറ്റ് ഒന്നുമല്ല, ബാഴ്സയാണ് എൻ്റെ ഫസ്റ്റ് ചോയ്സ് എന്ന് അദ്ദേഹം പറയുന്നു. എനിക്ക് എൻ്റെ മുന്നിൽ മറ്റ് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ബാഴ്സലോണ വാസ് മൈ ഫസ്റ്റ് ചോയ്സ്. അതെപ്പോഴും അങ്ങനെയായിരുന്നു. ബാഴ്സലോണ എന്ന് പറഞ്ഞാൽ ഞാൻ ആ രൂപത്തിലാണ് കാണുന്നത്. തീർച്ചയായിട്ടും ബാഴ്സലോണയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. ഇതൊരു ഗ്രേറ്റ് ക്ലബ്ബാണ്. എല്ലായ്പ്പോഴും ഒരു ഗ്ലോബൽ റെഫറൻസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ബാഴ്സലോണ. തീർച്ചയായിട്ടും എൻ്റെ തീരുമാനങ്ങൾ എല്ലായ്പ്പോഴും ഞാൻ എടുക്കുന്നത് സ്പോർട്ടിംഗ് ആസ്പെക്റ്റിലാണ്. ബാഴ്സയേക്കാൾ എനിക്ക് പറ്റിയ മറ്റൊരു ക്ലബ്ബുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാഴ്സലോണ ഇപ്പോൾ 2 ലാലിഗ കിരീടങ്ങൾ തുടർച്ചയായിട്ട് നേടുന്നത് നമ്മൾ കണ്ടു. യൂറോപ്യൻ കിരീടത്തിന് ഒരൊറ്റ സ്റ്റെപ്പ് മാത്രം അകലെ എത്തുന്നത് നമ്മൾ കണ്ടു. ഇനി നമുക്ക് അതിലേക്ക് വീണ്ടും പോകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിനാണ് നമ്മുടെ പരിശ്രമം. ബാഴ്സലോണയ്ക്ക് എല്ലാ പൊസിഷനുകളിലും വളരെ വളരെ ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ സർജറി കഴിഞ്ഞാണ് ഞാൻ വരുന്നത്, പക്ഷെ അത് പ്രശ്നമല്ല. ഞാൻ പൂർണ്ണ സജ്ജനാണ്, കംപ്ലീറ്റ്ലി റെഡി ഇൻ ഫിസിക്കൽ കണ്ടീഷൻ ടു പ്ലേ. നാളെ തന്നെ എനിക്ക് ട്രെയിനിങ് ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹൻസി ഫ്ലിക്കിൻ്റെ കളിരീതി ഉണ്ടല്ലോ, അത് എന്നെ വളരെയധികം അട്രാക്റ്റ് ചെയ്താണ്. ഇനി എനിക്ക് കൂടി ചേരാൻ കഴിയുമ്പോൾ അത് കൂടുതൽ മികച്ച രൂപത്തിലേക്ക് ആക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഹൻസി ഫ്ലിക്കുമായിട്ട് സംസാരിച്ചിരുന്നു. അതിൽ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം വളരെയധികം ഞാൻ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുന്നതിൽ എക്സൈറ്റഡ് ആണ് എന്നാണ്. അദ്ദേഹത്തോട് മാത്രമല്ല, ഡെക്കോയോടും ജോയൽ ലാപ്പോർട്ടയോടും ഒക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായ കാര്യം, ഹൻസി ഫ്ലിക്ക് ഒരു വളരെ ട്രാൻസ്പെറൻ്റായ കോച്ചാണ് എന്നാണ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നോക്കി സംസാരിക്കും. എന്താണ് അദ്ദേഹത്തിന് നമ്മളിൽ നിന്ന് വേണ്ടത് എന്നുള്ളത് വ്യക്തമാക്കി തരും. അദ്ദേഹത്തിന് ഇപ്പോൾ വേണ്ടത് ഈ ടീമിലേക്ക് എക്സ്പീരിയൻസ് ചേർക്കുക എന്നുള്ളതാണ്. എക്സ്പീരിയൻസിൽ നിന്നുള്ള അറിവ്, അത് തീർച്ചയായിട്ടും ടീമിനെ നല്ല രൂപത്തിലേക്ക് മാറ്റിയെടുക്കും. സോ എന്താണ് ഒരു പ്ലെയർ എന്ന നിലയിൽ എനിക്ക് ടീമിലേക്ക് കൊണ്ടുവരാൻ കഴിയുക? അതുമാത്രമല്ല, ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എൻ്റെ ടീംമേറ്റ്സിൽ ഉണ്ടാക്കാനും അതുവഴി ഡിഫറൻസ് ഉണ്ടാക്കാനും കഴിയുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. ഞാൻ വളരെയധികം ഡിലൈറ്റഡ് ആണ്. ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. നമുക്ക് എല്ലാ ലക്ഷ്യങ്ങൾക്കും വേണ്ടിയിട്ടും പോരാടണം. ഐ വിൽ ഗീവ് 100% ഓഫ് വാട്ട് ഐ ഹാവ് എന്നുകൂടി റോഡ്രി പറയുമ്പോൾ ബാഴ്സലോണയിൽ ഇത്തവണ പൊളിച്ചെടുക്കാൻ അദ്ദേഹം സജ്ജനായി കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.